ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ഇത് മലയാളം തമിഴ് മിക്സ് ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും കേട്ടോ. അപ്പം കുറച്ച് പെരിയ മീൻ കിടച്ചിருக்கு, പെരിയ മീൻ കിടച്ചിருக்கு, കുറച്ച് സൂത കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോഴിക്കോട് സൂത എന്നാണ് പറയുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഫിഷിൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം പെരിയ മീൻ കിടച്ചാൽ എപ്പിടി പണലാം அப்படின்னு കൺഫ്യൂഷൻ താല്ലേ. വലിയ മീൻ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഇന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ വെക്കുന്നത് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് കുറച്ച് മീനിനനുസരിച്ച്, മീൻ എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ചുള്ള പുളിയാണ് വെള്ളത്തിലിട്ടത്. അപ്പം നമ്മൾ കടായി വെച്ചിട്ടുണ്ട്. കടായി നന്നായി ചൂടായിട്ടുണ്ട്. கொஞ்சம் ஜாஸ்தி எண்ணெய் தேவைப்படுது. நான் தேங்காய் எண்ணெய் தான் ஊற்றினேன். വെളിച്ചെണ്ണ കുറച്ചധികം വേണം കേട്ടോ, കുറച്ച് കൂടുതൽ വേണം. അത് വെച്ചിട്ട് ഒരുപാട് വേണ്ട, ரொம்ப ജാസ്തിயாக தேவைப்படல. கொஞ்சம் ഒരു 3 ടേബിൾ സ്പൂൺ അളവുക്ക് ഊറ്റിയിരിക്കാൻ. പിന്നെ നമുക്ക് ഇതിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചി നമുക്ക് സ്ലൈസ് ചെയ്തത് കേട്ടോ. അത് നമുക്ക് ഇഷ്ടത്തിന്, അത് ചെറുതായിട്ടോ വലുതായിട്ടോ അത് നമ്മുടെ ഇഷ്ടമാണ്. ആയിട്ടുള്ള വെളുത്തുള്ളി സ്ലൈസ് பண்ண പൂണ്ട്, ഒരു 10 പൂണ്ട് എടുത്തിരിക്കുക. അത് നല്ല സ്ലൈസ് பண்ணிட்டு എണ്ണയിൽ പോട്ടിക്കണം. എണ്ണയിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് എന്താ പറയുക, ഇളക്കുക. കുക്കിങ്ങിന് എല്ലാവർക്കും അറിയാം, അത് നന്നായിട്ട് മൂത്ത് കിട്ടുന്നവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. கொஞ்சம் அது என்ன கிண்டிகிட்டே இருக்கணும். ஓகேங்களா? கொஞ்சம் എന്നാ பண்ணுறது, മൂത്ത് വരണ വരയ്ക്കും നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക്, ഒരുപാട് ബ്രൗൺ ആവണ്ട, അതിലേക്ക് 2 ഉള്ളി കേട്ടോ, 2 വലിയ ഉള്ളി ഞാൻ ചെറുതായിട്ട്, അത് നിങ്ങൾക്ക് സ്ക്വയറായിട്ടും നിങ്ങൾക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നീളത്തിലും കട്ട് ചെയ്യാം, അത് എങ്ങനെയായാലും കുഴപ്പമില്ല. 2 പെരിയ വെങ്കായം ചിന്നதாக കട്ട് பண்ணிட்டு പോട്ടിരിക്കാൻ. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതൊരു ബ്രൗണിഷ് ആയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം கொஞ்சம் ബ്രൗൺ ആയിട്ട് വന്നിരിക്ക്. അതിക്കിടയിൽ ഒരു 4 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പച്ചമുളക് കട്ട് പണി പോട്ടിരിക്കേ. അതും നല്ല മിക്സ് പണി എടുക്കണം. നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് നല്ല ബ്രൗൺ ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടോ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ബ്രൗൺ ആയിട്ട് ഇത്തിരി നന്നായിട്ട് ബ്രൗൺ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ലല്ലോ. ബ്രൗൺ ആയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ പുളി കുറച്ചിട്ട് തക്കാളിയാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഒരു 3 വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. 3 വലിയ തക്കാളി, ഫ്രഷ് ആയിട്ടുള്ള തക്കാളി. ഇപ്പോൾ എനിക്ക് കിട്ടിയ തക്കാളി നാടൻ തക്കാളി അല്ല, കുറച്ച് കട്ടിയുള്ള, നമുക്കറിയാമല്ലോ, കുറച്ച് കട്ടിയായിട്ടുള്ള തൊലിയുള്ള തക്കാളി എനിക്ക് കിട്ടിയത്. നാടൻ തക്കാളി ആണെങ്കിൽ അടിപൊളിയാണ്, അത് നല്ല ജ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ തക്കാളി ഒന്ന് ഇതായി കിട്ടാൻ നമുക്ക് കുറച്ച് ടൈം പിടിക്കും, ഒന്ന് എന്താ പറയുക, വഴണ്ട് കിട്ടാനായിട്ട്. അപ്പോൾ തക്കാളിയും போட்டிருக்கேன், நல்லா வழண்டு எடுத்துக்கலாம். நாடன் தக்காளி கிடையாது, பெங்களூர் தக்காளி, அதனால கொஞ்சம் கெட்டியாக இருக்குது. இருந்தாலும் பரவாயில்ல, நசுக்கி எடுத்துக்கலாம். டைம் இல்லை, நைட்டு வேறு பண்ணுறேன், அதனால. 1 டீஸ்பூன் உப்பு போட்டிருக்கு. 1 டீஸ்பூன் பத்தாதுங்க, அப்புறமா தேவைப்படும், பார்த்து அப்புறமா போட்டுக்கலாம். 1 ടീസ്പൂണാണ് ഉപ്പ് ഇട്ടിരിക്കുന്നത്, പക്ഷെ അത് തികയില്ല എന്തായാലും. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ചേർക്കാമല്ലോ. കണ്ടോ, തക്കാളി കുറച്ച് മിക്സായി കിട്ടാൻ കുറച്ച് പാടാണ്, കട്ടിയുള്ള തൊലിയുള്ള തക്കാളിയാണേ. നാടൻ തക്കാളി ആണെങ്കിൽ നല്ല ജ്യൂസി ആയിരിക്കും, പെട്ടെന്ന് മിക്സ് ആവുകയും ചെയ്യും. തക്കാളി ഒരുവിധം നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് വെറൈറ്റി, എനിക്കിഷ്ടമാണ് ഈ കറി. വലിയ മീൻ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ പ്ലേറ്റ് എടുത്തതുകൊണ്ട് കണ്ടോ, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. 1 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. நான் தமிழில் சொல்கிறேன். 3/4 ടീസ്പൂൺ മഞ്ഞൾത്തൂൾ, 2 ടീസ്പൂൺ ധനിയാത്തൂൾ, 1 ടീസ്പൂൺ ചിക്കൻ മസാല തൂൾ, அப்புறம்
3 ടീസ്പൂൺ மிளகில்லை மிளகாத்தூள், மிளகு வேற இல்லை, மிளகாத்தூள் போட்டிருக்கேன். ஓகேங்களா? நல்லா மிக்ஸ் பண்ணிவிட்டு எடுக்கணும். கொஞ்சം നേരം ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നാലേ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പുളി നന്നായിട്ട് മിക്സ് ചെയ്ത് പിഴിഞ്ഞെടുത്തതാണ് അത് ഒഴിക്കുക കേട്ടോ. പുളി പിഴിയുന്നൊന്നും കാണിക്കുന്നില്ല. പുളി നല്ല കരച്ച് ഊറ്റിയിരിക്കാൻ. അപ്പോൾ പുളി പിഴിയുന്നതൊക്കെ കാണിച്ചാൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആവും. അതുകൊണ്ടാണ് നമ്മൾ കണ്ടോ കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇതല്ല കളറ്, നല്ല ഡാർക്കാണ്. എനിക്ക് ലൈറ്റിൽ ഇത്രയാണ് കളറ് കാണുന്നത്. നല്ല ഡാർക്ക് കറി ആയിരിക്കും കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മളിനി മീനിടാൻ പോവുകയാണേ. കറി തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മീനിടുക. ഈ മീൻ വേവ് കൂടുതലാണ്, கொஞ்சம் டைம் ஜாஸ்தியாக வேகணும். ஏன்னா கொஞ்சம் பெரிய மீனில் சில மீன் சீக்கிரம், சங்கரா மீனெல்லாம் சீக்கிரம் വെന്തിടും അല്ലേ. നമ്മുടെ ചില മീനെല്ലാം പെട്ടെന്ന് വേവും, പക്ഷേ ഇതിന് നല്ല വേവുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും നമ്മളിത് എന്താ പറയുക, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫസ്റ്റ് തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. എങ്കിലേ ഈ മീൻ നന്നായിട്ട് വേകുകയുള്ളൂ. പിന്നെ നമ്മുടെ ഗ്രേവി ഒന്ന് കട്ടിയായിട്ട് നല്ല ഇതായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാനത് മൂടി വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ്, നമുക്ക് വേറെ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ആ സമയത്ത് അത് സ്ലോവിലിരുന്നിട്ട് അങ്ങോട്ട് തിളച്ച് സെറ്റാവട്ടെ. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണേ. കണ്ടോ, നമ്മുടെ കറി നല്ല ഡാർക്ക് കറിയാണ്. ഇതിലൊരു ഓറഞ്ച് ടൈപ്പിലാണ് കാണുന്നത്. ഒന്നുകൂടി തുറന്ന് നോക്കിയതാണ്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയിലൊന്ന് തുറന്ന് നോക്കുകയാണേ. ആവിയാണ്. നമുക്കിനി ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ വീഡിയോയിൽ ചില ഭാഗങ്ങളൊക്കെ കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നോക്കൂ, നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. നല്ല തിക്കാ വന്നിരിക്കുക. 20 മിനിറ്റ്സ് വേഗ വെച്ചിരിക്കാൻ. ഇനി നമുക്ക് നല്ല കഴിവുള്ള കറിവേപ്പില പോടலாம். നന്നായിട്ട് കറിവേപ്പില മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ വെച്ച്, ഞാൻ അങ്ങനെയാണ് ദിവസം യൂസ് ചെയ്യുന്നത്. പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നല്ല കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കറിയിലത്തെ ആ എണ്ണമയമൊക്കെ പുറത്തിങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ആ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ സെറ്റായി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കറി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ பண்ணி பாருங்க. சூப்பராக இருக்கும் சாப்பிட்றதுக்கு. நல்ல கலராக டார்க்காக பார்க்கும்போதே சாப்பிடணும் போல் ஆசையாக இருக்கும். ടേസ്റ്റിயாக വേറെ இருக்கும். നല്ല ടേസ്റ്റുമാണ് കേട്ടോ കറി, അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.